എപ്പിസോഡ് 17ലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡി മേജർ സ്കെയിലിൻ്റെ വേരിയേഷൻസ് കുറച്ച് പഠിക്കാം. സ്റ്റൈൽസ്, അതായത് ഫിംഗറിംഗ് പൊസിഷൻ വ്യക്തമാക്കാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊന്ന് വായിക്കാം. അതായത് വീണ്ടും ഈനോടുക, വീണ്ടും എഫിനോടുക, വീണ്ടും ജീനോടുക, അങ്ങനെ വരുന്ന ഒരു എക്സസൈസാണ്. അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ എ ബി വരെ വരണം, എന്നിട്ട് തിരിച്ച് റിവേഴ്സ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് സ്പീഡായിട്ട് വായിക്കാം. ഫിംഗറിംഗ് പൊസിഷൻ കറക്റ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടെ സ്പീഡുണ്ട്. ഇതിന് സ്ലറിംഗ് കൊടുക്കാം. സ്ലറിംഗ് കൊടുക്കുന്നത് 2 നോട്ട് ഒരു ബോയിൽ വായിക്കാം. കൂടെ സ്ലറിംഗ് കൊടുത്താണ് വായിച്ചത്. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടുള്ള കുറച്ചുകൂടെ നമുക്ക് ഫാസ്റ്റായിട്ടായിരുന്നു. ഈ ഒരു എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക, പല സ്പീഡിലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഫിംഗറിംഗ് പൊസിഷൻ ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് വേറൊരു എക്സസൈസ് കൂടി ചെയ്യാം. അതായത് സൈലന്റ് നൈറ്റ്. സൈലന്റ് നൈറ്റിൽ ഇതൊരു 3/4 ഒരു എക്സസൈസാണ്. ഡി മേജർ സ്കെയിലാണ് എഴുതിയിരിക്കുന്നത്. തുടക്കം ഒരു 1.5 ബീറ്റിൻ്റെ ഒരു നോട്ടുണ്ട്. അതായത് ഒരു ബീറ്റിൻ്റെ കൂടെ ഒരു ഡോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1.5 ആവും. അപ്പോൾ 1.5 പ്ലസ് ഹാഫ് പ്ലസ് 1, അങ്ങനെ ടോട്ടൽ നമുക്ക് 3 ബീറ്റ്സ് ആണ്. 3 ബീറ്റ്സ് ആയിട്ടാണ്. അതേപോലെ തന്നെയാണ് ഈ ഷെയറിംഗ് പോലെ തന്നെ ഇവിടെ 1.5 പ്ലസ് ഹാഫ് പ്ലസ് 1 അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള ടൈമിംഗാണ്. ഇത് ഞാനത് വായിക്കാം. ഇത് കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾ മിക്കവാറും എല്ലാവരും കേട്ട് കാണും ഈ സൈലന്റ് നൈറ്റ് എന്നുള്ള മ്യൂസിക്.
അപ്പോൾ ഈ സൈലന്റ് നൈറ്റും അതുപോലെ തന്നെ ആ ടിപ്സ് സ്കെയിൽ തറവാൻ വേണ്ടിയുള്ള കുറച്ച് എക്സസൈസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനിയും കുറേ നല്ല ലെസൺസുമായി സോങ്സ് ഉണ്ടാവും. ഞാൻ വീണ്ടും എത്തും.